اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 70-ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, മൻ റഅയ്തഹു മുജീബൻ അൻ കുല്ലി മാ സുഇല വ മുഅബ്ബിറൻ അൻ കുല്ലി മാ ഷഹിദ വ ദാകിറൻ കുല്ല മാ അലിമ ഫസ്തദില്ല ബിദാലിക അലാ വുജൂദി ജഹ്ലിഹി. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മൻ റഅയ്തഹു, വല്ല ഒരുത്തനെയും നിങ്ങൾ കണ്ടാൽ, മുജീബൻ അൻ കുല്ലി മാ സുഇല, ചോദിക്കപ്പെട്ടതിന് മുഴുവൻ മൂപ്പർ എന്ത് ചെയ്യും? മറുപടി പറയും. എന്താണോ ചോദിച്ചത് അതിന് മുഴുവൻ മൂപ്പരടുത്ത് ഉണ്ടെന്നുണ്ട്, മറുപടി ഉണ്ട്. അങ്ങനത്തെ ഒരാളെ നിങ്ങൾ എന്താണ് കാണുകയാണെങ്കിൽ, വ മുഅബ്ബിറൻ അൻ കുല്ലി മാ ഷഹിദ, തനിക്കുണ്ടായ ദിവ്യദർശനങ്ങളുണ്ട്, മുഴുവൻ ദിവ്യദർശനങ്ങളെ തൊട്ട് മൂപ്പർ എന്ത് ചെയ്യുക? ജനങ്ങളോട് വിശദീകരിക്കണം തനിക്കുണ്ടായ കശ്ഫുകള്, അതുപോലെ തന്നെ ലദുന്നിയായി കിട്ടുന്ന പല വിവരങ്ങൾ, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ലഭിക്കുന്ന ദിവ്യദർശനങ്ങളുണ്ട്. ആ മുഴുവൻ കാര്യങ്ങളെ തൊട്ട് മൂപ്പർ എന്ത് ചെയ്യാണ്? ജനങ്ങളോട് വിശദീകരിക്കണം. അങ്ങനത്തെ ഒരാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ, വദാകിറൻ കുല്ല മാ അലിമ, അറിഞ്ഞ കാര്യം മുഴുവൻ പറയുന്ന ഒരാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ, അയാൾക്ക് അറിഞ്ഞ എല്ലാ കാര്യങ്ങളും മൂപ്പർ എന്ത് ചെയ്യും? പറയും. അങ്ങനത്തെ ഒരാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഫസ്തദില്ല ബിദാലിക, അതുകൊണ്ട് നിങ്ങൾ തെളിവ് പിടിക്കണം, അലാ വുജൂദി ജഹ്ലിഹി, അവനക്ക് വിവരക്കേടിന്റെ സാന്നിധ്യമുണ്ട് എന്നതിന്റെ മേലെ എന്ത് ചെയ്യണം? നിങ്ങൾ തെളിവ് പിടിക്കണം. എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിവരമില്ല, അയാൾക്ക് എന്തില്ല? വിവരം ഇല്ല എന്നാണ് എന്ത് ചെയ്യണത്? അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാം? വിശദീകരിച്ചു തരാം. മൻ റഅയ്തഹു മുജീബൻ, വല്ല ഒരുത്തനെയും നിങ്ങൾ എന്ത് ചെയ്യാണ്? അൻ കുല്ലി മാ സുഇല, ചോദിക്കുന്ന കാര്യങ്ങളെ തൊട്ട്, ചോദിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിന് മുഴുവത്തിനെ തൊട്ടും ഉത്തരം നൽകുന്നവനായിട്ട് നിങ്ങൾ ഒരാളെ കാണുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരാളെ കാണുകയാണെങ്കിൽ അയാളെ മനസ്സെന്തേക്കാരം? ഞാൻ എല്ലാ കാര്യത്തിനും കഴിവുള്ള ആളാണ്, എന്നോട് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ എന്ത് ചെയ്യും? മറുപടി പറയും. അങ്ങനത്തെ ഒരാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കണം, അത് വെറും പൊളിവാണ്. കാരണം എന്താണ്? വദാലിക മുഹാലും ഫി ഹഖ്ഖിഹി, എല്ലാം അറിയാ എന്നുള്ളത് ഒരാളെ ഹക്കിൽ മുഹാലാണ്. കാരണം അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, ഇൽമിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? നൽകപ്പെട്ടിട്ടുള്ളൂ. വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വളരെ തുച്ഛമായ ഇൽമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്കൊന്നും സത്യത്തിൽ എന്ത് ചെയ്യില്ല, അറിയില്ല. ഇന്നിപ്പോ ഞാൻ സാവിയിൽ പോയിട്ട് ഒരു ക്ലാസ് എടുത്തപ്പോ അതിൽ പറയുന്നുണ്ട്, ഓരോ ആയത്തിനും 10 എന്തുണ്ട്? ആന്തരികമായ അർത്ഥങ്ങളുണ്ട്. ഈ ആന്തരിക അർത്ഥങ്ങൾ ആർക്കാ അറിയാം? ഒരു കിതാബിലും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതൊക്കെ ആരിഫീങ്ങളുടെ ഹൃദയത്തിലാണ് ഉള്ളത്. ആരിഫീങ്ങളുടെ ഹൃദയത്തിലാണ് എന്തുള്ളത്? ആ കാര്യങ്ങളൊക്കെ ഉള്ളത്. മനസ്സിലാവുണ്ടോ? നമ്മളൊക്കെ ആ ദായിറന്റെ പുറത്തുള്ള ആൾക്കാരാണ്. ദായിറന്റെ അപ്പൊ നമ്മളെ ഇൽമ് ഇപ്പൊ എത്ര ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ മതി. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസുകൾ മനപ്പാടുള്ള ആളാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 10 അല്ലെങ്കിൽ 15 ലക്ഷം ഹദീസുകൾ മനപ്പാടുള്ള ആളാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ തങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ, 32ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് 3 എണ്ണത്തിന് മാത്രമാണ് മൂപ്പര് മറുപടി പറഞ്ഞത്. ബാക്കിയുള്ളതിനൊക്കെ മൂപ്പര് പറഞ്ഞു, ലാ അതിരി, എനിക്കറിയില്ല. ലാ അതിരി, എനിക്കറിയില്ല. അതാണ് സത്യത്തിൽ നിറഞ്ഞ ആൾക്കാർ അങ്ങനെയാണ്.
നിറഞ്ഞ ആളുകൾ, നമ്മൾ പഴയ കാലത്ത് പറയും നിറക്കുടം തുളുമ്പൂലാന്ന് അല്ലെ, നിറഞ്ഞ ആളുകൾ അങ്ങനെയാണ്. അവരുടെ ഒക്കെ മഖ്ഫിയാക്കി എന്ത് ചെയ്യും, അവർ വെക്കും. അപ്പൊ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, മൻ റഅയ്തഹു മുജീബൻ അൻ കുല്ലി മാ സുഇല, ചോദിക്കപ്പെടുന്നതിന് മുഴുവൻ ഉത്തരം പറയുന്നതായിട്ട് ഒരാളെ നീ കാണുകയാണെങ്കിൽ എല്ലാത്തിനും മൂപ്പരടുത്ത് എന്തുണ്ട്, ഉത്തരം. ശരിക്കും നമ്മൾ ഒന്നാമത് എന്താണെന്നറിയോ, മറ്റൊരാളെ സമ്മതിക്കുന്നതിനെ തൊട്ട് നമ്മളെ മനസ്സ് സമ്മതിക്കണില്ല. പണ്ട് ഞാനൊരു വിഷയം കേട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ ഉസ്താദ്, ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് ഒരു കുട്ടി വന്നു, ഒരു മുത്തഅല്ലിമ് വന്നു, ഈ പ്രസംഗിക്കാനൊക്കെ ഉള്ള മുത്തഅല്ലിമ് വന്നു, എൻ്റെ ഉസ്താദ് പറഞ്ഞതാണ്. അപ്പോ ഒരു മുത്തഅല്ലിമ് വന്നിട്ട് ഷംസുൽ ഉലമ ചോദിച്ചു, നീ എവിടെ പഠിക്കണോ ചോദിച്ചാൽ. അപ്പൊ ഞാനിങ്ങനെ വണ്ടൂര് സ്വതക്കത്തുള്ള മുസ്ലിയാരെ അടുത്താണ് പഠിക്കണത്. അപ്പൊ ഷംസുൽ ഉലമ പറഞ്ഞു, നീ അവിടെ നിന്നോ, അവിടെ ഇൽമുണ്ട്, നീ അവിടെ നിന്നോ, അവിടെ ഇൽമുണ്ട്. മനസ്സിലാണ്ടോ? അതേമാതിരി ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള ഉസ്താദിന്റെ അടുത്തേക്ക് ഒരു കുട്ടി ഇതേമാതിരി ഒരു ഉറുദി പറയാൻ വേണ്ടി വന്നപ്പോ, മോനജി എവിടെ പഠിക്കണു ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമന്റെ അടുത്താന്ന് പറഞ്ഞത്. അപ്പൊ സ്വതക്കത്തുള്ള ഉസ്താദ് പറഞ്ഞതേ, നീ അവിടെ നിന്നോ, അവിടെ ഇൽമുണ്ട്. ഈ മുൻഗാമികളാകുന്ന ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. ഓർക്ക് നിറഞ്ഞ ആളുകളെ തിരിച്ചറിയും. അല്ലാത്ത ആളുകൾ മറ്റുള്ളവരെ കുറ്റം പറയും, ഓനക്ക് ഇൽമില്ല, ഓനൊന്നും അറിയില്ല. ഈ ഓനൊന്നും അറിയില്ല എന്ന് പറയണ എന്തിനാ, ഞമ്മക്ക് അതിനെ കുറിച്ച് അറിവില്ല. ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, എന്ത് മുകളിലുള്ള ആൾക്കാരെ താഴത്തുള്ള ആൾക്കാര് എന്ത് ചെയ്യാണ്, പരിശോധിക്കണം. ഓനക്കൊന്നും തിരിയില്ല, ഓനൊന്നും കണ്ടിട്ടില്ല. സത്യത്തിൽ മുകളിലുള്ള ആളാ എല്ലാം കണ്ടിക്കണത്. മുകളിലുള്ള ആൾക്ക് എല്ലാരും കാണാം, താഴത്തുള്ള ആൾക്ക് ശരിക്കും മുകളിലുള്ള കാണൂല. ഇന്നിപ്പോ ലോകത്ത് നടക്കുന്നത് അങ്ങനെയാണ്. ഇനിയിപ്പോ അതിൽ വേറൊരു വിഷയം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഒരാളോടൊരു മസ്അല ചോദിച്ചിട്ട് അതെനിക്ക് അറിയില്ലാന്നേറ്റ് ഇപ്പൊ ഈ മൂലര് പറഞ്ഞാലോ, ആ നാട്ടുകാർ പറയാ മൂലർക്ക് ഒരു സാധനം കിട്ടൂല, എന്തിനാണ് അയാളെ പള്ളിക്ക് കൂടെ നിർത്തിക്കണത്, വേറെ വല്ല മനുഷ്യന്മാരും നിർത്തിക്കൂടെ എന്നാണ്. അങ്ങനെയാണ് സംഭവം. ഇനിയിപ്പോ ഒരു പേരിന്റെ അർത്ഥം ചോദിച്ചിട്ട് ആരെങ്കിലും വരികയാണെങ്കിലും ഇത് എവിടെ തെരഞ്ഞാലും കാണില്ല, അവസാനം നെറ്റ് പരിശോധിക്കുമ്പോ അവിടെയും കാണൂല. അപ്പൊ ഈ മൂലര് പറയും, ഞാൻ അങ്ങനത്തെ ലഫ്ള് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വീട്ടുകാരെന്താ പറയാ, അയാൾക്കല്ലേലും ഒന്നും കിട്ടൂല, അയാൾ വെറുതെ വളവളാന്ന് പറഞ്ഞുള്ളൂ എന്ന് പറയാം. സത്യത്തിൽ അങ്ങനെ ഒരു അറബി ലഫ്ള് ഉണ്ടാവൂല, അറബി ലഫ്ള് കാണണ്ടേ. അപ്പോ എല്ലാ കാര്യത്തിനെ കുറിച്ചും മറുപടി പറയുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. കാരണം അയാളെ മനസ്സിൽ അയാളൊരു അഹംഭാവം എന്ന് പറയുന്നൊരു സാധനം, തന്നെ പൊക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിയിലുണ്ടാവും. അതൊരു വിവരക്കേടിന്റെ ലക്ഷണമാണ്. ഇനി മുഅബ്ബിറൻ അൻ കുല്ലി മാ ശഹിദ, തനിക്ക് ലഭിച്ചതായ മുഴുവൻ ദിവ്യദർശനങ്ങളുണ്ട്, ആ കാര്യങ്ങളെ തൊട്ടൊക്കെ മുമ്പ് വിശദീകരിക്കണം. ഞാൻ ഇപ്പൊ ഇന്നലെ മനാബിലെ അള്ളാഹിന്റെ റസൂലിന്റെ ഒപ്പായിരുന്നു. എന്റെ വലതുഭാഗത്ത് സിദ്ദീഖ് തങ്ങളും ഇടതുഭാഗത്ത് ഉമർ തങ്ങളും ഉണ്ടായിരുന്നു. മഹാന്മാരാകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ചില നമ്മളെ ഷെയ്ഖ് മുറബി ആണെങ്കിൽ ആ മുറബിയുടെ ചില അഷിഅത്തുകളുണ്ട്, ചില കിരണങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്കും അതുപോലത്തെ ദിവ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. ലദുന്നിയായ പല കാര്യങ്ങളും നമുക്ക് ലഭിച്ചേക്കാം. അതൊന്നും ഒരു മനുഷ്യനോട് എന്ത് ചെയ്യാൻ പാടില്ല, പറയാനുള്ളതല്ല. അതൊക്കെ അള്ളാന്റെ ആരിഫീങ്ങളൊക്കെ പോലെ മനസ്സിലുള്ളത് പറയുകയാണെങ്കിൽ ലോകം തന്നെ ഒന്നും ഇല്ലാതായിട്ടുണ്ടാവും. അതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ, അതൊരു മനുഷ്യനോട് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഈ വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ചില കമന്റിലൊക്കെ ചില ആളുകൾ പറയും, ഇങ്ങനെയൊന്നും എന്ത് ചെയ്യരുത്, സാധാരണക്കാരോട് പറയരുത്. സത്യത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറയുന്നതൊന്നും അല്ല ശരിക്കും രഹസ്യങ്ങൾ എന്ന് പറഞ്ഞത്. രഹസ്യങ്ങളൊക്കെ ദായിറന്റെ ഉള്ളിലാണ്. ഇപ്പോ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. സിറുൽ അസ്റാർ എന്നാണ് കിതാബിന്റെ പേര്. ആ കിതാബിൽ ഇപ്പൊ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നോക്കിയതാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജിന്റെ രാവിന് 90,000 ഇൽമുകൾ കിട്ടി. 90,000 ഇൽമുകൾ, 30,000 എല്ലാരോടും പറയാം. 30,000 അത്രയും കൽബ് സ്വാഫിയായ എന്ന് പറഞ്ഞാല് പറയാൻ പറ്റുന്ന ഹൃദയമുണ്ട്, അവരോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 30,000 ആരോടും പറയാൻ പറ്റൂല. അള്ളാന്റെ റസൂല് 30,000 എല്ലാ സ്വഹാബത്തിനോടും പറഞ്ഞു. 30,000 ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ചില സ്വഹാബികളോട് മാത്രം ആ കാര്യം എന്ത് ചെയ്തു, സംസാരിച്ചു.
കാരണം ആ കാര്യം മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ആ ഒരു ചിന്തയിലേക്ക് അവർ എത്തിയിട്ടില്ല. അതുകൊണ്ട് അള്ളാന്റെ റസൂല് ചില കാര്യങ്ങൾ മറച്ചു വെച്ചു. മനസ്സിലാവുണ്ടോ? ആ ഇൽമാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ജനങ്ങളോട് പറയാൻ പറ്റാത്തത്. അല്ലാതെ ഇവിടെ ത്വരീഖത്ത് എന്ന് പറയുന്ന സംഭവമുണ്ട്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കള് ഇങ്ങനെ ചില കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിസ്കാരത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ത്വരീഖത്ത് എന്ന് പറയുന്നത് താൻ അനുഭവിക്കുന്ന അമലുകളുണ്ടല്ലോ, അതിനൊക്കെ പ്രത്യേകമായ ഒരു ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളതാണ് ത്വരീഖത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ശരീഅത്ത് മാത്രമുള്ള ഒരു വ്യക്തിക്ക് ത്വരീഖത്ത് ലഭിച്ചാൽ പഴയ പോലത്തെ നിസ്കാരാകാൻ പറ്റൂല. ഒന്നുകൂടെ ഇഖ്ലാസ് അവന്റെ നിസ്കാരത്തിൽ വേണം, ദിക്റിൽ ഇഖ്ലാസ് വേണം, സ്വലാത്തിൽ ഇഖ്ലാസ് വേണം, ഓൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും ഇഖ്ലാസ് വേണം. അതാണ് സത്യത്തിൽ എന്ത് ഈ ത്വരീഖത്ത് കൊണ്ട് അല്ല. ത്വരീഖത്ത് ഇൽമിന്റെ പുറത്തും ശരീഅത്തിന്റെ ഇൽമിന്റെ അകത്തും രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് അകവും ഒന്ന് പുറമെന്നുള്ളൂ. പക്ഷെ നമ്മൾ ചിലത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വേറെന്തോ ഒരു സംഭവമാണ്. ഇതൊക്കെ സത്യത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടതും എല്ലാവരും അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ദിവ്യ ദർശനങ്ങൾ ഉണ്ടായാൽ, ചില കശ്ഫുകൾ ഉണ്ടാവുമ്പോൾ, ലദുനിയായ ഇൽമുകൾ നമുക്ക് ലഭിക്കുമ്പോൾ, അതൊന്നും ജനങ്ങളോട് എന്ത് ചെയ്യാൻ പാടില്ല, വിശദീകരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വദാക്കിറൻ കുല്ലമാ അലിമാ, അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറയാം, അത് പാടില്ല. അറിഞ്ഞ കാര്യം മുഴുവൻ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ഇപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു അതിൽ ഒരു ബൈത്ത് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതായത് ഹുസൈൻ തങ്ങളുടെ മകന്റെ പേരും എന്താണ്, അലി എന്നാണ്. ഹുസൈൻ തങ്ങളുടെ വാപ്പാടെ പേരും എന്തെന്നെയാണ്, അലി റളിയല്ലാഹു. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഇന്നി ലഅഖ്തുമു മിൻ ഇൽമി ജവാഹിറഹു കൈലാ യറൽ ഹഖദു ജഹ്ലിൻ ഫയഫ്തതിനാ. ഞാൻ എനിക്ക് ചില ഇൽമുകളുണ്ട്, രത്നങ്ങളായി എനിക്ക് ലഭിച്ച ചില ഇൽമുകളുണ്ട്, അത് ഞാൻ മറച്ചു വെച്ചിക്കാണ്. അത് ഞാൻ എന്ത് ചെയ്തിക്കാണ്, മറച്ചു വെച്ചിക്കാണ്. എന്തിനു വേണ്ടി? കൈലാ യറൽ ഹഖദു ജഹ്ലിൻ ഫയഫ്തതിനാ. അതെങ്ങാനും വിഡ്ഢികളാകുന്ന ആളുകൾക്ക് അത് ലഭിച്ചു കഴിഞ്ഞാൽ ഓലെന്ത് ചെയ്തു, കുഴപ്പത്തിലായി പോകുള്ളൂ, പഴച്ചു പോകുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ പറയുന്നുണ്ട്. ആരെക്കുറിച്ച്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളെ കുറിച്ച്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് 2 നിലക്കുള്ള ഇൽമ് അള്ളാന്റെ റസൂല് തന്നിട്ടുണ്ട്. 2 നിലക്കുള്ള. ഒന്ന്, ഞാൻ ജനങ്ങൾക്ക് എന്ത് ചെയ്തു, ജനങ്ങളിൽ ഞാൻ വിതരണം ചെയ്തു. മറ്റേ ഇൽമെങ്ങാനും ഞാൻ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും, എന്റെ കഴുത്ത് നിറക്കും. ആരാ പറഞ്ഞത്? സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇനി അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ തങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് ചില ഇൽമുകൾ ലഭിച്ചിട്ടുണ്ട്. ആ ഇൽമുകൾ എങ്ങാനും ഞാൻ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ എന്നെ ബിംബാരാധകനാക്കുമായിരുന്നു. മനസ്സിലാണ്ടോ? അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, എനിക്ക് ലഭിച്ച ചില ഇൽമുകൾ ഞാൻ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ എന്റെ കണ്ണു ചൂഴ്ന്നെടുക്കും. നമ്മളിപ്പോ ഇത് പറയണത് അങ്ങനത്തെ ചില ഇൽമുകളുണ്ട്. അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് ജനങ്ങൾ പുറത്തേക്ക് പറയേണ്ടതല്ല. അതറിഞ്ഞാൽ പുറത്തേക്ക് പറയേണ്ടതല്ല. അത് നമ്മൾ രുചിക്കേണ്ടതും നമ്മൾ അനുഭവിക്കേണ്ടതും നമ്മൾ ആസ്വദിക്കേണ്ടതുമായ ഇൽമാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ റസാനത്ത് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ഞാനിവിടെ ഇവർക്കൊക്കെ റസാനത്ത് എന്ന കിതാബ് ഓതി കൊടുത്തിട്ടുണ്ട്. ശരിക്കൊരു വിദ്യാർത്ഥികൾ ഓതേണ്ട കിതാബാണ്. ഇൻഷാ അള്ളാഹു തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കത് ഓതാം. അതിൽ പറയുന്നുണ്ട്, ഉപ്പ് ചോദിച്ചവൻ എന്ത് ചെയ്യണം, ഉപ്പന്നെ കൊടുക്കണം, കർപ്പൂരം കൊടുക്കാൻ പാടില്ല. കർപ്പൂരം ചോദിച്ചവന് കർപ്പൂരം കൊടുക്കേണ്ടത്, ഉപ്പ് കൊടുക്കാൻ പാടില്ല. രണ്ടും സത്യത്തിൽ ഒരേ കളറാണ്. കണ്ട രണ്ടും. അവിടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കണ്ണൊട്ടന്റെ കയ്യിലെ വടി പോലെ ആകരുത്. അത് ബാത്റൂമിലും കുത്തും, അതേ സാധനം പള്ളിക്ക് കൊടുത്തിട്ടും കുത്തും. അതേമാതിരി ആകാൻ പാടില്ല. ചില ഇൽമുകൾ നമ്മൾ ചില ആളുകളോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് അവർക്ക് മാത്രം അറിയേണ്ടതായ ഇൽമാണ്. അങ്ങനത്തെ ഇൽമൊന്നും നമ്മളെ അടുത്തില്ല കേട്ടോ. ഞങ്ങളുടെ കാര്യം പറയാലോ. അതൊക്കെ ആരിഫീങ്ങളാകുന്ന ആളുകളുടെ കയ്യിലാണ് ആ ഇൽമുള്ളത്. അത് അങ്ങനത്തെ ആൾക്കാരോട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഇനി അത് തസവുഫ് എന്ന് മാത്രമല്ല, ഫിഖ്ഹിലും അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഫിഖ്ഹില് ചില മസ്അലകളുണ്ട്. ആ ചില മസ്അലകള് സാധാരണക്കാരോട് പറയാൻ പാടില്ല. നമ്മളത് പറയലുമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓലത് മുതലാക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ചില മസ്അലകളുണ്ട്. അതെങ്ങനെ നമ്മൾ സാധാരണക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എപ്പോഴും അത്യാവശ്യക്കാർ, പിന്നെ അവർക്ക് ആവശ്യം തന്നെ സംഭവം ഉണ്ടാവൂല.
അത് നമ്മൾ എന്ത് ചെയ്യണം? മറച്ചു വെക്കന്നെ വേണം. എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഇൽമുണ്ട്, അത് മറച്ചു വെക്കാനും പാടില്ല. അത് വലിയ അപകടമാണ്. അത് വലിയ അപകടം ചെയ്യും. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ ചില ആൾക്കാര് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറുപടി പറയാം. അതുപോലെ ദിവ്യദർശനം ലഭിച്ച മുഴുവൻ കാര്യങ്ങളും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക? ജനങ്ങളോട് പറയാ. അങ്ങനത്തെ ആളെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫസ്തദില്ല ബിദാലിക, അതുകൊണ്ട് നീ തെളിവ് പിടിക്കണം അലാ വുജൂദി ജഹ്ലിഹി, അത് ഓനക്ക് സത്യത്തിൽ എന്താണ്? അത് വിവരല്ലാത്തതാണ് എന്ന് വിചാരിക്കണം. വിവരല്ലായിട്ടാണ്. കാരണം ഒരായത്തുണ്ടല്ലോ നമ്മളെ പരിശുദ്ധ ഖുർആൻ സൂറത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൻആമിലേറ്റ ഒരു ആയത്തില്, വലാ തൂതു സുഫഹാ അംവാലക്കും, നിങ്ങളെ സമ്പത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിഡ്ഢികളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ ആയത്തെടുത്തൊരു ഇബ്നു അജീബ തങ്ങൾ പറയുന്നുണ്ട്, സമ്പത്ത് തന്നെ വിഡ്ഢികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന്. പിന്നെ എങ്ങനെ ഫകൈഫ ബിൽ ഇൽമില്ലദീ ഹുവ ലുഅ്ലുഉം മക്നൂൻ, ഇൽമ് എന്ന് പറയുന്നത് മഅരിഫത്തിന്റെ അഗാധമായ ജ്ഞാനങ്ങൾ എന്ന് പറയുന്നത് അത് ചിപ്പിയിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുകളെ പോലെയാണ്. അതെങ്ങനെ ഒരു സാധാരണക്കാരനക്ക് നീ എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും? അത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവനവനിക്ക് ലഭിക്കുന്ന വിഷയങ്ങളുണ്ട്, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ഇവർക്കൊക്കെ മുഖ്തസറൊക്കെ ഓതി കൊടുക്കും പറയല്ലോ, മുഖ്തൽ ഹാലിനോട് യോജിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യലുണ്ട്? ഇപ്പൊ മരിച്ച വീട്ടിൽ പോയി ചിരിക്കുക, അതൊരു നല്ല പരിപാടിയാ? മരിച്ച വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക? ചിരിക്കുക. അല്ലെങ്കിൽ ഒരു മാതാവോ പിതാവോ മരിച്ച ആളേക്കാരും ഓനോട് കമ്പനി വർത്തമാനം പറയാം, അതൊരു മുഖ്തൽ ഹാലിനോട് ചോദിച്ച കാര്യമാണ്? അവസരോചിതമായ വർത്താനാണത്? അല്ല. അതൊക്കെ നമ്മൾ വർത്താനത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇമാം ഗസ്സാലി തങ്ങൾ പറയലുണ്ട്, ചില ആളുകള് മയ്യത്തിന്റെ പിന്നാലെ പോകുന്ന ചില ആൾക്കാരുണ്ട്, ഓല വർത്താനം മുഴുവൻ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചേക്കാറ്. ഈ വ്യക്തി മയ്യത്തിന്റെ പിന്നാലെ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലയിൽ പോകുമ്പോൾ ഓല് വർത്താനേക്കാർ എന്താ പറയണത്? നമ്മളതിനെന്താ വില, നാളെ നമുക്ക് മാർക്കറ്റിൽ പോകണ്ടേ, ഈ ചർച്ചകളേക്കാർ. ഇമാം ഗസ്സാലി തങ്ങൾ അവരെ കുറിച്ച് പറയുന്നുണ്ട്, ഈ പോകുന്ന വ്യക്തി സ്വന്തമാണ് എന്ന് ഒരു പ്രാവശ്യം ഓൻ കരുതി കഴിഞ്ഞാൽ ഓന്റെ നാവുന്ന അങ്ങനത്തെ വർത്താനം വരും. ഓൻ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് മണ്ണിടുമ്പോ അത് എന്റെ മേത്തുക്കാണ് ഇടുന്നത് എന്നൊരു നിമിഷം ഓൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓനക്ക് അങ്ങനത്തെ വർത്തമാനം വരുമെന്ന്. ഇമാം ഗസ്സാലി അവിടെ തന്നെ പറയുന്നുണ്ട്, ആ ഖബറിൽ നടക്കുന്ന കാര്യങ്ങളെങ്ങാനും നിങ്ങൾ അറിയുകയാണെങ്കിൽ ഒരാളും മഖബറ സന്ദർശിക്കൂല. അത്രയും ഡേഞ്ചർ സോണായ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ നമ്മൾ പറയേണ്ടതേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറയാവൂ. പറയാൻ പറ്റാത്തത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരാളോടും പറയാനും പാടില്ല. അത് ഞാനും നിങ്ങളും എല്ലാവരും സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഇമാം ഗസ്സാലി തങ്ങൾ ഇഹിയയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു പണ്ഡിതനോട് ഒരു മസല ചോദിച്ചു. ഒരു പണ്ഡിതനോട് ഒരു മസല ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾ മൂപ്പരോട് ചോദിച്ചോളൂ. അപ്പോ ആ വ്യക്തി പറഞ്ഞു, അല്ല അത് മൂപ്പരോട് ചോദിച്ചോളൂ. അങ്ങനെ ചോദിച്ചു ഓലൊക്കെ മടക്കി പറഞ്ഞാച്ച് ആദ്യം പറഞ്ഞ ആളില്ലേ അയാളിലേക്ക് തന്നെ ആ മസല തിരിച്ചെത്തിയത്. അങ്ങനെയാണ് ശരിക്കും സ്വാലിഹീങ്ങളൊക്കെ. എന്തും പറയാൻ അവർക്ക് എന്തായിരുന്നു? ഭയമായിരുന്നു. ഇതെങ്ങനെ ആയില്ലെങ്കിലോ, നിന്റെ അടുത്ത് വല്ല പിഴവുകളും വരുമോ? അള്ളാന്റെ റസൂല് ഇപ്പൊ നമ്മളൊക്കെ ഇതെല്ലാം പറയണം, എന്താ നമ്മക്ക് അതിനുള്ള എന്തില്ല? ഇൽമില്ല. അതുപോലെ തന്നെ നമ്മളെ നൂറാനിയത്തുണ്ടല്ലോ, ഒരു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന നൂറാനിയത്ത്, അത് നമ്മുടെ കൽബിലില്ലാത്തതുകൊണ്ട് നമ്മൾ വലിയ ആലിമായിട്ട് നമുക്ക് തോന്നുകയാണ്. അള്ളാഹു തആല എപ്പോഴും പറയലുണ്ട്, നമ്മുടെ വെള്ളിയാഴ്ച പ്രസംഗിക്കുമ്പോൾ ഒക്കെ പറയലുണ്ട്, എന്ത്? ഇൽമ് എന്ന് പറഞ്ഞ സാധനം അതായത് ആലിമ് എന്ന് പറയാൻ ഈ കാലത്ത് സത്യത്തിൽ ഒരാൾക്കും അർഹതല്ല സത്യത്തിൽ പറയാൻ ആലിമ് എന്ന് പറയാം. ഇത് ആര് പറഞ്ഞതാ? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കാൻ പോയിട്ട്, അദ്ദേഹത്തിന്റെ കാലത്ത് പറഞ്ഞ ഹിജറ 400 ചില്ലാനാണ്. ആ കാലഘട്ടത്തില് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ്ക്ക് പോയി. അതിൽ പല ഭാഗത്തും മസ്അല ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പോയി നോക്കി, ഇവിടെ ഇൽമില്ല, അവിടെ ഇല്ല, ഇവിടെ ഒന്നും ഇൽമില്ല എന്ന് പറഞ്ഞിട്ട് ബൈത്തുൽ മുഖദ്ദസ് ഇറങ്ങിപ്പോയതാണ്. ആര്? അന്നത്തെ കാലത്ത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മൾക്കൊക്കെ ഇൽമുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും
അതൊക്കെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.